ഇന്ന് നമ്മൾ കുട്ടികൾക്ക് സ്നാക്സ് ബോക്സിൽ സ്കൂളിലേക്ക് കൊടുത്തുവിടാൻ അല്ലെങ്കിൽ 4 മണി ചായയുടെയൊക്കെ കൂടെ കഴിക്കാനായിട്ട് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സിമ്പിൾ സ്നാക്കാണ് ചെയ്യുന്നത്. പഴം മുട്ടയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ബനാന പാൻകേക്ക്. അപ്പോൾ ഇതെങ്ങനെയാണെന്നുള്ളത് നോക്കാം. അപ്പോൾ ഇത് റെഡിയാക്കാനായിട്ട് നന്നായിട്ട് പഴുത്തിട്ടുള്ള 2 റോബസ്റ്റ പഴമാണ് ഇവിടെ എടുത്തിട്ടുള്ളത്, വലുത്. ഇനി ഇതിന് പകരം വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ സാധാരണ ചെറുപഴം വെച്ചിട്ടും ചെയ്യാം. തൊലി മാറ്റിയിട്ട് ഇതുപോലെ ചെറുതായിട്ട് മുറിച്ചെടുത്തിട്ടുള്ള പഴം മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഇതിലേക്കൊരു 2 മുട്ട പൊട്ടിച്ചൊഴിക്കാം. അപ്പോൾ മുട്ട എടുക്കുന്ന സമയത്ത് നമ്മൾ സാധാരണ കേക്കിനൊക്കെ ചെയ്യുന്ന പറയുന്ന പോലെ തന്നെ എപ്പോഴും തണുപ്പ് മാറിയിട്ടുള്ള മുട്ട എടുക്കാൻ കുറച്ചുകൂടി നന്നായിരിക്കും. അതായത് ഫ്രിഡ്ജിൽ നിന്ന് നേരിട്ട് എടുക്കാതെ കുറച്ച് സമയം പുറത്തെടുത്ത് വെച്ചിട്ട് എടുക്കുകയാണെങ്കിൽ നന്നായിരിക്കും. മധുരത്തിന് ആവശ്യമായിട്ട് ഒരു 1/2 കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട്, നിറച്ചെടുത്തിട്ടില്ല. പിന്നെ മധുരം നോക്കിയിട്ട് ഇട്ടാൽ മതി. അതായത് നമ്മളിത് ഉണ്ടാക്കി കഴിഞ്ഞിട്ട് തേനൊക്കെ ഒഴിച്ച് കഴിക്കാനാണെങ്കിൽ കുറച്ച് കുറവായാലും മതിയാകും. പിന്നെ നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഒരു 1/2 ടീസ്പൂൺ വാനില എസൻസ്. അതിൻ്റെ കൂടെ തന്നെ ഒരു 1/2 കപ്പ് പാല് ചേർത്ത് കൊടുക്കുന്നുണ്ട്, ഫ്രഷ് മിൽക്ക്. ഇതും നല്ല തണുപ്പുള്ള പാലല്ല, കുറച്ച് മുൻപ് പുറത്തെടുത്ത് വെച്ചിട്ടുള്ള പാലായിരുന്നു കേട്ടോ. എന്നിട്ട് ഇനി ഇതെല്ലാം കൂടെ ചേർത്തിട്ട് മിക്സിയിലിട്ട് നല്ലോണം അരച്ചെടുക്കണം. അതായത് അടിച്ചെടുക്കുക, നന്നായിട്ട് കട്ടയൊന്നും ഇല്ലാതെ നല്ല സ്മൂത്തായിട്ട് അടിച്ചെടുക്കുക. മുട്ടയൊക്കെ നന്നായിട്ട് പതയുന്ന രീതിയിൽ പഴമൊന്നും കട്ടയില്ലാതെ നന്നായിട്ട് തന്നെ അടിച്ചെടുത്തിട്ടുണ്ട്. ഇതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇനി ഒരു ബൗളിലേക്ക് 1/2 കപ്പ് മൈദയാണ് എടുക്കുന്നത്. ഇതിന് പകരം വേണമെന്നുണ്ടെങ്കിൽ ഗോതമ്പ് പൊടി വെച്ചിട്ടും ചെയ്യാം കേട്ടോ. പിന്നെ നമ്മൾ മൈദ ഒന്ന് അരിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടി ഒരു അരിപ്പയിലേക്കാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇതിലേക്കൊരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആ ഒരു കേക്കിൻ്റെ ആ ഒരു ടെക്സ്ചർ കാര്യങ്ങൾ കിട്ടാൻ വേണ്ടിയിട്ടാണ്, ചെറിയ രീതിയിൽ. ഇനിയിപ്പോൾ ഇത് വേണ്ട, കുട്ടികൾക്ക് ഇത് വേണ്ടാന്നുണ്ടെങ്കിൽ ഒഴിവാക്കാം കേട്ടോ. മുട്ട നല്ലോണം ഒന്ന് പതപ്പിച്ചെടുത്താലും മതിയാകും. പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഒരു 2 നുള്ളു ഉപ്പ് കൂടെ ചേർത്ത് കൊടുത്തിട്ട് വേണം ഇത് നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് ഒന്ന് അരിച്ചെടുക്കാൻ. അപ്പോൾ ബേക്കിംഗ് പൗഡറിൻ്റെ കാര്യം പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, ഇനിയിപ്പോൾ ഇത് തീരെ ചേർക്കാൻ താല്പര്യമില്ലാത്തവർക്ക് നമുക്ക് മുട്ട ബീറ്റ് ചെയ്യുന്ന എഗ് ബീറ്റർ ഉണ്ടല്ലോ, ഹാൻഡ് ബീറ്റർ, അത് വെച്ചിട്ട് നന്നായിട്ട് മുട്ട പതപ്പിച്ചിട്ട് ചെയ്യുകയാണെങ്കിൽ നല്ല ഫ്ലഫി ആയിട്ടുള്ള പാൻ കേക്ക് തന്നെ കിട്ടും. അപ്പോൾ അതെങ്ങനെ വേണമെങ്കിലും ചെയ്യാം. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കുക, ബേക്കിംഗ് പൗഡറൊക്കെ എല്ലായിടത്തും എത്തുന്ന രീതിയിൽ. എന്നിട്ട് നമ്മൾ മിക്സിയിൽ പഠിച്ചു വെച്ചിട്ടുള്ള പഴം പാലാക്ക് കൂട്ടുണ്ടല്ലോ, അത് കുറച്ചായിട്ട് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇതുപോലെ കട്ടയൊന്നുമില്ലാതെ നന്നായിട്ട് മിക്സ് ആക്കി എടുക്കണം. ഇപ്പം മൊത്തത്തിൽ ഇതുപോലെ നല്ലൊരു കേക്കിൻ്റെയൊക്കെ ബാറ്റർ പോലെ നന്നായിട്ട് മിക്സ് ആക്കി കിട്ടിയിട്ടുണ്ട്, ഈ ഒരു രീതിയിൽ. ഇനി ഇത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കേണ്ട ആവശ്യമൊന്നുമില്ല, പെട്ടെന്ന് തന്നെ നമുക്ക് പാൻ കേക്ക് റെഡിയാക്കി എടുക്കാം. ഇനി ഒരു പാൻ നന്നായിട്ട് ചൂടായതിന് ശേഷം അതിലൊരു ഇത്തിരി ഓയിലോ ബട്ടർ എന്തെങ്കിലും കുറച്ചങ്ങ് ബ്രഷ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതുപോലെ ഒരു തവി മാവ്, എത്ര വലുപ്പത്തിലുള്ള പാൻ കേക്കാണ് നമുക്ക് വേണ്ടതെന്നുണ്ടെങ്കിൽ അതുപോലെ ഒഴിച്ചു കൊടുക്കുക. ഇനി പരത്തേണ്ട ആവശ്യമൊന്നുമില്ല. ഇത് പിന്നെ വെന്ത് വരാനായിട്ട് ഒരുപാട് സമയമൊന്നും വേണ്ടി വരില്ല, പെട്ടെന്ന് തന്നെ റെഡി ആവും. ഇതുപോലെ ചെറിയ ഹോൾസ് വന്നു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ തിരിച്ചിട്ട് കൊടുക്കുക, അപ്പോൾ നല്ല കറക്റ്റായിട്ട് കിട്ടുള്ളൂ. പിന്നെ ഫ്ലെയിം കൂട്ടി വെക്കുക ചെയ്ത് നമ്മൾ പാൻ കേക്ക് ഉണ്ടാക്കുന്ന സമയത്ത് തീ എപ്പോഴും നല്ല കുറച്ചിടുകയാണെങ്കിൽ അതായിരിക്കും കേട്ടോ നന്നായിരിക്കുക. ഒന്ന് ഇതുപോലെ അങ്ങ് തിരിച്ചിട്ട് കൊടുക്കുക. എന്നിട്ട് ഒന്നങ്ങ് കുക്കാവുന്ന സമയത്ത് ഇതുപോലെ എടുക്കുക, പെട്ടെന്ന് തന്നെ റെഡിയായി കിട്ടിക്കോളും. അപ്പോൾ ഇനി ബാക്കിയുള്ളതെല്ലാം ഇതുപോലെ തന്നെ നമുക്ക് റെഡിയാക്കി എടുക്കാം. ഈ ഒരു അളവിൽ ഏകദേശം ഒരു 11-12 പാൻ കേക്കാണ് ഉണ്ടാക്കാനായിട്ട് പറ്റുക. അപ്പോൾ ഇത് കഴിക്കുന്ന സമയത്ത് ശരിക്കും കുറച്ച് പഴം ഇതുപോലെ ചെറുതായി മുറിച്ചിടുക, അല്ലെങ്കിൽ കുറച്ച് തേന് ഒഴിച്ചിട്ട് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ. തേനൂടെ കൂട്ടി കഴിക്കുമ്പോൾ തന്നെയാണ് ഇതിൻ്റെ ഒരു കറക്റ്റ് ടേസ്റ്റ് കിട്ടുക. അപ്പം കൂടുതൽ ആളുകളും ചെയ്തു വെക്കുന്നത് തന്നെയായിരിക്കും. എന്നാലും ആരെങ്കിലുമൊക്കെ ചെയ്തു വെക്കാത്തവരുണ്ടെങ്കിൽ, താല്പര്യം ഉണ്ടെങ്കിൽ ചെയ്തു വെക്കുന്ന സമയത്ത് ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. അതുപോലെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കൂടെ മറക്കരുത് കേട്ടോ. അപ്പം എന്തായാലും നല്ലൊരു റെസിപ്പി ആയിട്ട് പുതിയ വീഡിയോയിൽ കാണാം. താങ്ക്